നമസ്കാരം. ബികോം പാസ്സാകാത്തയാൾ ബികോം പഠിച്ച അതേ കോളേജിൽ എംകോം രണ്ടാം വർഷ വിദ്യാർത്ഥി. പരാതിക്കാരനും ആരോപണ വിധേയനും SFIയിൽ നിന്ന് തന്നെയാണ്. കായംകുളം MSM കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി നിഖിൽ തോമസിനെതിരെയാണ് ഇവിടെ പരാതി ഉയർന്നിരിക്കുന്നത്. വാർത്തയായതോടെ വിവാദമായതോടെ പാർട്ടി ഇടപെട്ടു. SFI ജില്ലാ കമ്മിറ്റിയിൽ നിന്നും കായംകുളം ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നിഖിൽ തോമസിനെ മാറ്റി. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന സർട്ടിഫിക്കറ്റ് വിവാദം. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ അമിത രാഷ്ട്രീയ ഇടപെടലുണ്ടോ? ഈ ചോദ്യമാണ് പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താം. പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് എന്ന പ്രേക്ഷകനാണ് ആദ്യമായി ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിക്കാൻ പൊതുവേദിയിൽ എത്തിയിരിക്കുന്നത്. ശ്രീ മുഹമ്മദ്, സ്വാഗതം. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്? SFIയിൽ സമീപകാലത്തുണ്ടാകുന്ന മൂന്നാമത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദമാണിത്. താങ്കളുടെ പ്രതികരണം? മുഹമ്മദ്, കേൾക്കാമോ? സംസാരിച്ചോളൂ. മുഹമ്മദിന് പറയാം. മുഹമ്മദിന്റെ അഭിപ്രായം രേഖപ്പെടുത്താം. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. അതിന്റെ ഉള്ളിലെ സംഗതികളൊന്നും മുഴുവനും എന്താണ് ഏതാന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല, വ്യക്തമായി പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്ത ആള് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, മുഹമ്മദാണ് പ്രതികരിച്ചത്. തെറ്റ് ചെയ്തയാൾ ശിക്ഷിക്കപ്പെടണം എന്ന അഭിപ്രായമാണ് മുഹമ്മദ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊല്ലത്ത് നിന്ന് രഘുനന്ദൻ എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രഘുനന്ദൻ, എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? പ്രത്യേകിച്ചും ഒരേ കാലയളവിൽ സംസ്ഥാനത്തെ കായംകുളത്തുള്ള MSM കോളേജിൽ പഠിച്ച് അവിടെ ബികോമിന് പഠിക്കുന്നു. അതേ കാലയളവിൽ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി എടുത്തിരിക്കുകയാണ്. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് MSM കോളേജിൽ തന്നെ എംകോമിന് അഡ്മിഷനും വാങ്ങുന്നു. എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഈ വിഷയത്തെ? അതായത് മൊത്തത്തിൽ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പലയിടത്തും പല തിരിമറികളും മറ്റതും ഒക്കെ നടന്നിട്ടുണ്ടാവാം. പക്ഷെ ഇതൊരു പരാതിയായിട്ട് മാധ്യമങ്ങളിലോ പത്രങ്ങളിലോ ഒക്കെ വരുമ്പോഴാണ് ഇതിലൊരു അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങൾ ഗവൺമെന്റ്, ഈ ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് അന്വേഷിക്കുന്നതും മാറ്റി നിർത്തുന്നതും സസ്പെൻഡ് ചെയ്യുന്നതും എല്ലാം ശക്തമായ നടപടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് എന്നോ BJP എന്നോ SFI എന്നോ ഉള്ള ഇതല്ലല്ലോ അതിൻ്റെ പേര്. പരാതി വന്നു കഴിഞ്ഞാൽ ശക്തമായ നടപടി എടുക്കും. അത് ഇതുവരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ഇപ്പം ഒരു ദിവസം കൊണ്ട് കറക്റ്റായിട്ടൊന്നും അറിയാൻ പറ്റത്തില്ല. ആദ്യത്തെ മാധ്യമ വാർത്തകൾ വെച്ചുകൊണ്ട് പിന്നീട് വരുമ്പോൾ അത് അങ്ങനെ അല്ലായിരുന്നു, പിന്നീട് പറഞ്ഞു, അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും അന്വേഷണം നടക്കട്ടെ, ശക്തമായ നടപടി ഉണ്ടാവട്ടെ തെറ്റുണ്ടെങ്കിൽ എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഇപ്പോൾ അബ്ദുൾ റഹ്മാൻ ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ റഹ്മാൻ, പരാതി വന്നാൽ നടപടി എടുക്കട്ടെ എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ തൊട്ടു മുമ്പ് പ്രതികരിച്ച പ്രേക്ഷകർ നമ്മുടെ മുന്നിലേക്ക് വെച്ചത്. പരാതി ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ് പുറത്തു വരുന്നത്. ഇവിടെ ഈ നിഖിൽ തോമസ് 2 വർഷമായി ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അദ്ദേഹം പാസ്സായില്ല എന്ന ആ കോളേജിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയല്ലേ. പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി ഇലക്ഷനിലടക്കം അവിടെ മത്സരിച്ച ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ ആൾക്കാർക്ക് അറിയില്ല. ഇങ്ങനെ ബികോം പാസ്സാകാത്ത എംകോമിന് അഡ്മിഷൻ എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മാഡം, ഇതേതായാലും റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ കാണിച്ച ധൈര്യത്തിന് നന്ദി. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ തല്ല് നിങ്ങൾക്ക് കിട്ടൂല എന്നറിയാം. കാരണം CPM ആണ്. അവർ നിങ്ങൾ ബഹുമാനിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ വളരെ സന്തോഷമേ അവർക്ക് ഉണ്ടാകത്തുള്ളൂ. ഇതുപോലുള്ള രമേശ് ചെന്നിത്തല മുതലേ മറ്റേ സതീശൻ വരെയുള്ളവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ഇത്. പല പ്രാവശ്യം കലാകാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. പക്ഷെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇങ്ങനെയുള്ളത് അത് സ്വന്തം പാർട്ടിയിലായാൽ പോലും അത് കണ്ടുപിടിക്കുന്നു. അവർക്ക് നടപടി എടുക്കുന്നുണ്ട്, ശിക്ഷ കിട്ടുന്നുണ്ട് അവർക്ക് എല്ലാ. അബ്ദുൾ റഹ്മാൻ ദുബായിൽ നിന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഷൊർണൂരിൽ നിന്നും മണി എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. മണി, എങ്ങനെയാണ് കാര്യങ്ങളെയൊക്കെ കാണുന്നത്? നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു വരുന്ന സർട്ടിഫിക്കറ്റ് വിവാദം, ഗവർണർ അടക്കം പല വിഷയങ്ങളും സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പല വിഷയത്തിലും ഇടപെട്ട് അതൊരു വലിയ രാഷ്ട്രീയ പോരിലേക്കും യുദ്ധത്തിലേക്കും ഒക്കെ മാറിയ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് വിവാദം ഒക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നതും. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സർവകലാശാല എന്ന് പറയുന്നത് ബിരുദം കൊടുക്കാനുള്ള ഒരു സ്ഥാപനമാകരുത്. ഇത് ഗവേഷണം നടത്താനും പുതിയ അറിവുകൾ രാഷ്ട്രത്തിനും ജനനന്മയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യാനും കൂടിയുള്ള സ്ഥാപനങ്ങളാണ്. അവിടെ നമ്മൾ ഓരോ സർവകലാശാലയിൽ പോയാൽ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ വളരെ പരിതാപകരമാണ് കാര്യം.
ഈ ഞാനൊരു സർവകലാശാലയിലെ അനുഭവം പറയുന്നത് 4 മണിക്ക് അവിടെ ചെന്നാൽ ഒറ്റ കസാരയിൽ ആളുണ്ടാവില്ല. രാവിലെ 11 മണിക്ക് ആൾക്കാർ ബസ് സ്റ്റാൻഡിലുണ്ടാകും. ഇവിടെ കെടുകാര്യസ്ഥത നിറഞ്ഞു നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ സർവകലാശാല. ഈ ബിരുദം കൊടുക്കുന്നതും ഈ PhD പോലും പഴയ കെട്ടുകൾ അടിയുന്ന ഒരു ഫയൽ എടുത്തൊരു പകർത്തി എഴുതോക്കോളൂ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ സർവകലാശാലകളിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. വളരെ ദയനീയമാണ്, അത്രേ പറയാനുള്ളൂ. ശരി, സർവകലാശാലകളിലെ അവസ്ഥകളെ കുറിച്ചാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. വളരെ ദയനീയ അവസ്ഥയാണ് അദ്ദേഹത്തിനടക്കം നേരിടേണ്ടി വന്ന എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലിജോ എന്ന പ്രേക്ഷകൻ കാസർഗോഡ് നിന്നും ചേരുന്നു. ജിജോ എന്ന പ്രേക്ഷകനാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നും ചേരുന്നത്. ജിജോയുടെ അഭിപ്രായം പറയാം. അല്ല, ഈ നേരത്തെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു ഇത് ഈ ഗവൺമെന്റ് എല്ലാത്തിനും കേസെടുക്കും, നടപടി എടുക്കുമെന്ന്. ഒരു വിദ്യ എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ, 12 ദിവസമായില്ലേ ഇന്ന് വരെ കേസ് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയോ? ഇപ്പൊ ആർഷോന്റെ കേസ് തന്നെ, ആർഷോന്റെ കേസ് എങ്ങനെയാ വന്നത്? മാർച്ച് മാസത്തിൽ റിസൾട്ട് വന്നു. ആർഷോ അറിഞ്ഞില്ലേ റിസൾട്ട് വന്നത്? പാസ്സായി എന്നുള്ള റിസൾട്ട്, പരീക്ഷ എഴുതാതെ പാസ്സായി എന്നുള്ളത് ആർഷോ എന്താ അറിയാതിരുന്നതാണോ? എന്നിട്ട് അവസാനം പറയാം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഏതൊരു വിദ്യാർത്ഥി ആയാലും അത് നോക്കൂലേ? അവരെ കൂട്ടുകാരെങ്കിലും പാസ്സായെന്ന് നോക്കൂലേ? ഇതൊക്കെ തട്ടിപ്പാണ്. പിടിക്കപ്പെട്ട് മാധ്യമങ്ങൾ പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇത് ആ ജനങ്ങളുടെ മുന്നിൽ കണ്ണു മൂടിക്കെട്ടാനുള്ള ഒരു വിദ്യ മാത്രമാണിത്. ശരി, കണ്ണൂരിൽ നിന്നും റിജോ എന്ന പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ റിജോ, ഇവിടെ ആർഷോ വിവാദമുണ്ട്, വിദ്യാ വിവാദമുണ്ട്. അതിനിടയിലാണ് SFIയെ പിടിച്ചുകുലുക്കി മറ്റൊരു സർട്ടിഫിക്കറ്റ് വിവാദം കൂടി നമുക്ക് മുന്നിലേക്ക് എത്തി നിൽക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ അമിത രാഷ്ട്രീയ ഇടപെടലാണോ ഉണ്ടാകുന്നത്? റിജോ ലൈനിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരിപ്രസാദ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹരിപ്രസാദ്, ഞാൻ റിജോട് ചോദിച്ച ചോദ്യം താങ്കൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് പറയാം. അതെ, ഞാൻ കേട്ടിട്ടുണ്ട് മാഡം. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുട്ടികൾ, വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികൾ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതിപ്പോ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഒരു പാർട്ടിയുടെ അനുഭാവി എന്നുള്ള രീതിയിൽ പല രീതിയിലും അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിലും പല തലത്തിൽ എത്തിപ്പെടാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെ നല്ലൊരു അന്വേഷണം വേണം, ഇതിനെതിരെ നടപടികൾ ഉണ്ടാകണം. എന്നാൽ മാത്രമേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ കഴിയത്തുള്ളൂ. അതിന് ഈ ഗവൺമെന്റ് ബാധ്യസ്ഥരുമാണ്. ശരി ഹരിപ്രസാദ്, താങ്കളുടെ അഭിപ്രായത്തിന് നന്ദി. ഇപ്പോൾ കൊല്ലത്ത് നിന്നും ശിവകുമാർ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശിവകുമാർ, എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? പ്രത്യേകിച്ചും ഒരേ കാലയളവിലാണ് ഇവിടെ MSM കോളേജിൽ പഠിക്കുന്നതും ഒപ്പം തന്നെ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തു എന്ന് കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ നിഖിൽ ഹാജരാക്കിയിരിക്കുന്നതും, പ്രത്യേകിച്ചും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും TCO, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുണ്ട്. അതൊക്കെ സ്വാഭാവികമായും MSM കോളേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ MSM കോളേജിന് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ വ്യക്തമായ കാര്യമല്ലേ? എന്നിട്ടും കൃത്യമായ ഒരു പരാതിയിലേക്കോ നടപടിയിലേക്കോ എന്നും കോളേജ് കടക്കാതെ ആ വിദ്യാർത്ഥിക്ക് അവിടെ MCOM-ന് അഡ്മിഷൻ കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം? ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയകുമാർ, താങ്കൾ കേട്ട് കാണുമല്ലോ ഞാൻ ചോദിച്ച ചോദ്യം. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? സ്വാഭാവികമായും കോളേജിന്റെ ഭാഗത്തടക്കം കൃത്യമായി വീഴ്ച ഉണ്ടായി എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സന്ദർഭമാണിത്. താങ്കൾക്ക് പറയാം. മാഡം നമസ്കാരം. പറഞ്ഞോളൂ. നമസ്കാരം. ഈ മോളറ്റം മുതൽ താഴേറ്റം വരെ ഈ വ്യാജന്മാരാണ് ഈ പാർട്ടിക്കകത്തുള്ളത്, യാതൊരു സംശയവുമില്ല. ഇവിടെ ഒറിജിനൽ ഡിഗ്രിക്കാർ സെക്രട്ടേറിയറ്റിന്റെ വാതിക്കല് മുട്ടിലഴിഞ്ഞ് സമരം ചെയ്യുമ്പോൾ ദേവന്മാർ സുഖമായിട്ട് ഓരോ കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കുകയും ഓരോ ഉദ്യോഗസ്ഥാനത്ത് കയറി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അഥവാ രമേശ് ചെന്നിത്തലയിലോ സതീശന്റെയിലോ സുരേന്ദ്രന്റെയിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പാർട്ടിയാണോ പുറത്തു കൊണ്ടുവരാതിരിക്കുന്നത്? യവന്മാരാണോ പുറത്തു കൊണ്ടുവരാതിരിക്കുന്നത്? അവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പണ്ടേ പുറത്തു കൊണ്ടുവന്നത് അയാളെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാണ്. അപ്പൊ ഈ പാർട്ടിക്ക് മാത്രമേ ഇത് കഴിയൂ. ഇത് മൊത്തം മുകളിൽ പോലെ താഴെ വരെ ഇതാണ് ജോലി. ഇത് തന്നെയാണ് എവിടെ ചെന്നാലും ഏത് കോളേജിലെടുത്താലും ഇതും PhD മറ്റത് എല്ലാം ഇവരെയും വ്യാജന്മാർ തന്നെ ഉള്ളത്. എല്ലാം അതിന് നടക്കാതെ വന്നാൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി വീടുകാരെ ആക്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് വേറെ ആരും പാർട്ടിയെ കുറ്റം പറയണ്ട. ഇത് കണ്ടുപിടിക്കണം. ഇത് സ്ഥിരം ഇത് കേട്ടോണ്ടിരിക്കാറില്ലോ. ശരി, കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടലുണ്ടാകണം, കണ്ടുപിടിക്കണം, അന്വേഷണം വേണം എന്ന കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രാജേന്ദ്രൻ നായർ നെടുമങ്ങാട് നിന്നും ചെയ്യുന്നുണ്ട്. ശ്രീ രാജേന്ദ്രൻ നായർ, എങ്ങനെയാണ് താങ്കൾക്ക് ഈ കാര്യത്തിലൊക്കെ കാണുന്നതും പറയാനുള്ളതും ഒക്കെ എങ്ങനെയാണ്? കൃത്യമായ അന്വേഷണം നടന്നാൽ നമ്മുടെ സർവകലാശാലകളിൽ ഇത്തരത്തിലുണ്ടാകുന്ന വിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവസാനിക്കില്ലേ? കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ
ശ്രീ രാജേന്ദ്രൻ നായർ ലൈനിൽ ഉണ്ടെങ്കിൽ ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് മാത്രം പറയാമോ? നമസ്തേ രാജേന്ദ്രൻ. നമസ്തേ. നമസ്തേ നമസ്തേ പറഞ്ഞു. നമസ്തേ. ഇതേ കൃത്യമായ ഒരു അന്വേഷണം തന്നെയാണ് ഇത്. നമുക്ക് ഹലോ നമസ്തേ 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 പറഞ്ഞോളൂ ശ്രീ രാജേന്ദ്രൻ നായർ. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് അനിൽകുമാർ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഇവിടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് തന്നെ SFIയെ പിടിച്ചു കുലുക്കുന്ന മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് വിവാദമാണ് ഈ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാ പുതിയതും വന്നിരിക്കുന്നു. എങ്ങനെയാണ് അനിൽകുമാർ കാര്യങ്ങളെ കാണുന്നത്? അല്ല, ഇത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇത് കാണുന്നത്? എങ്ങനെ? അവരുടെ പോഷക സംഘടനയല്ലേ ഇത് ചെയ്യുന്നത്? അപ്പൊ അവരെ പിടിച്ച് തിരുത്തണം, അത് അവർ കൂട്ടിയിരിക്കണോ? ആർഷ ചെയ്ത് എന്താണ് സംസ്ഥാന സെക്രട്ടറി ആർഷ ചെയ്ത് എന്താണ് കാണിച്ച? പുള്ളി എന്താ കാണിച്ച? പുള്ളിയെ കയ്യോടെ പിടിച്ച പ്രിൻസിപ്പാളിനെ അപ്പുറം ഇപ്പുറം നിന്ന് ഗുണ്ടായുസം കാണിച്ച് വരട്ടി കൊണ്ട് ഉച്ചയ്ക്ക് അന്നേ ദിവസം തന്നെ അത് മാറ്റി പറയിപ്പിച്ചുകൊണ്ട് അയാൾ തെറ്റുകാരനല്ലാതാവോ? എന്താ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ചെയ്യുന്നത്? ഇവിടെ നിസ്സാര കേസിന് ഏതെങ്കിലും ഒരു പെറ്റി കേസിന് വഴി അവിടുത്തെ പോലീസുകാർ എന്താ അവന്റെ നെഞ്ചത്തും ചവിട്ടി അവനെ ചീത്തയും വിളിച്ച് അവനെ പിടിച്ച് ഇവർക്ക് എന്ത് സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ടാണോ ഈ പോലീസുകാർക്ക് ഇറങ്ങാൻ വയ്യാത്തത്, ഒരു കേസ് ഇടാൻ വയ്യാത്തത്? എന്താ ഇത്? എവിടെ ഇത് എന്ത് നാട്? കേരളമാണോ അത്? ഇതെന്ത് ബംഗാളൊന്നും അല്ല. എന്ത് നടക്കുന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പരിക്കറിഞ്ഞ് ഇറങ്ങിപ്പോണം. ഞങ്ങളെപ്പോഴുള്ളവന്മാർ ഇവിടെ ഉണ്ട്, വെളിയിലുള്ള ഞങ്ങളെപ്പോലുള്ള കുറച്ച് സാധാരണ ആൾക്കാർ പരിക്കുന്ന കാര്യങ്ങൾ അറിയാന്നുള്ള ഞങ്ങൾക്ക് അറിയാം ഇതെങ്ങനെയാണെന്ന് കൈകാര്യം ചെയ്യണമെന്നുള്ളത്. രൂക്ഷമായ വിമർശനമാണ് അനിൽകുമാർ CPM-നും SFIക്കുമെതിരെ എല്ലാം ഉന്നയിച്ചിരിക്കുന്നത്. SFIയെ പിടിച്ചു കുലുക്കി വീണ്ടും ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദമുണ്ടാകുന്നു. ആലപ്പുഴ MSM കോളേജിലാണ് ഇത്തരത്തിലൊരു സംഭവം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ രാഷ്ട്രീയ ഇടപെടൽ കൂടുന്നുണ്ടോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പൊതുവേദി വെക്കുന്നത്. വളരെ വേഗത്തിൽ ഇതിലേക്ക് തന്നെ മടങ്ങിയെത്താം ഒരിടവേളയ്ക്ക് ശേഷം. SFIയിൽ വീണ്ടും വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ രാഷ്ട്രീയ ഇടപെടൽ കൂടുന്നുണ്ടോ എന്ന ചോദ്യമാണ് പൊതുവേദി മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും പ്രസാദ് എന്ന ഒരു പ്രേക്ഷകനാണ് നമ്മോട് പ്രതികരിക്കാനായി ചേരുന്നത്. ശ്രീ പ്രസാദ്, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇവിടെ പരാതി ഉന്നയിച്ചിരിക്കുന്നതും SFIയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി തന്നെയാണ്. MCOM 1ാം വർഷ വിദ്യാർത്ഥിയാണ്. SFI ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ അവരുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഇത്തരങ്ങളിലുള്ള കാര്യങ്ങളിൽ അമർഷമുണ്ട് എന്ന് വ്യക്തമാകുന്ന ഒരു സൂചന കൂടിയാണത്. താങ്കൾക്ക് പറയാം. ശ്രീ പ്രസാദ്, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കാമോ? പറഞ്ഞോളൂ. എല്ലാ വിദ്യാർത്ഥി സംഘടനകളിലും ഇതുപോലെ അഴിമതി നടക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് ഇപ്പോൾ മധുസൂദനൻ നായർ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ മധുസൂദനൻ നായർ, ഇവിടെ എങ്ങനെയാണ് ഈ വിഷയത്തെ നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത്? പരാതിയും SFIയിൽ നിന്ന് തന്നെയാണ്. ആ കുട്ടികളെ പുറത്ത് കൊണ്ടുവന്നതുകൊണ്ടല്ലേ ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ അറിയാതെ എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ പാർട്ടിക്കാർക്ക് മാത്രം മതിയോ കേരളത്തിലെ ഇങ്ങനെ ഉദ്യോഗ സ്ഥാനങ്ങളും ഒക്കെ? മറ്റു പാർട്ടിക്കാരൊന്നും മനസ്സിലാക്കില്ല. അവര് രാഷ്ട്രീയ എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയമായിട്ട് എല്ലാ നേതാക്കന്മാർക്കും ഈ വിഷയങ്ങളൊക്കെ അറിയാം. ഇങ്ങനൊക്കെ എന്താ കുട്ടി എന്ത് പോരട്ടെ എന്നുള്ളതിൽ ഇങ്ങനെ വാങ്ങി വെച്ചിരിക്കുക. അല്ലാതെ ഇത് അറിയാതൊക്കെയാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ? അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ഈ പാർട്ടിക്കാർക്കെല്ലാം അറിയാം. ഇത് ഇങ്ങനെ ഒരുപാട് പേര് ഓരോരോ സ്ഥാനങ്ങളിലുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ. ഇപ്പോൾ ചാത്തന്നൂരിൽ നിന്ന് രാധാകൃഷ്ണൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. നേരത്തെ സംസാരിച്ച മധുസൂദനൻ നായർ നമ്മളോട് വ്യക്തമാക്കിയത് കൃത്യമായി പാർട്ടി അറിവോട് കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ശ്രീ രാധാകൃഷ്ണൻ, അങ്ങനെ തന്നെ നമ്മൾ കാര്യങ്ങളെ കാണണ്ടേ? പ്രത്യേകിച്ചും ഈ വിവാദമായപ്പോൾ മാത്രമാണ് പാർട്ടി ഇടപെടുന്നതും ഇത്തരത്തിൽ SFI ജില്ലാ കമ്മിറ്റി അംഗത്തു നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതും ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നൊക്കെ മാറ്റി നിർത്തുന്നത്. പാർട്ടി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്ക് ഇക്കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നു എന്ന് വേണ്ടേ കരുതാൻ? തികച്ചും ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു വസ്തുത മാത്രമാണ്. ഇത് കാലങ്ങളായി നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് തുടർ ഭരണത്തിലെത്തി വിദ്യാർത്ഥി സംഘടനകളിൽ തുടങ്ങി രാഷ്ട്രീയമായും സർക്കാർ സംബന്ധമായും ഒക്കെ തന്നെ വേട്ടയാടൽ തുടങ്ങിയിട്ട് വളരെ നാളുകളായി. നോക്കൂ, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത്രയും ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു സംഘടനയാണ് SFI. ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകൾ
നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. SFI ആയാലും DYFI ആയാലും വളരെ ക്രിയാത്മകമായി ചെറുപ്പക്കാരുടെ ഇടയിൽ ഇടപെടുന്ന ഒരു സംഘടനയാണ്. പണ്ട് പറയുന്നില്ല, കായ്ക്കുന്ന മരത്തിൽ മാത്രമേ കല്ലെറിയൂ. അതാണ് ഇവിടെ വസ്തുത. പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ മേളിൽ എങ്ങനെയും പ്രവർത്തിക്കാത്ത സംഘടനകൾ ആരോപണ വിധേയമായി അവരുടെ മേൽക്കോയ്മ സൃഷ്ടിക്കുവാനായിട്ട് ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന നിഗൂഢ തന്ത്രമാണ്. അത് പുറത്ത് VD സതീശനും പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കോളേജിൽ കുട്ടി KSUക്കാരും അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഒരു പയ്യൻ സ്വന്തം പാർട്ടിയിൽ പയ്യനാണെന്ന് പറയുന്നു ഇത് കൊണ്ടുവന്നത്. അത് ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. SFIയിൽ തന്നെ ഉള്ള വിഷയത്തിന്റെ ഭാഗം മാത്രമാണത്. നമ്മുടെ നാട്ടിൽ ഇതിനെല്ലാം നിരീക്ഷിക്കാൻ ഒരു നിയമ സംവിധാനമുണ്ട്, ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ ഒരു ഗവൺമെന്റ് സംവിധാനമുണ്ട്, ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട്, പരിശോധിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു നിയമവിധേയമല്ലാത്ത ഒരു കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ ക്യാമ്പസിൽ ഇല്ല എന്നുള്ളതാണ്. ഇത് തികച്ചും പരമ്പരയായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായ വസ്തുത മാത്രമാണ് എന്നാണ് നമുക്ക് പൊതുബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. നന്ദി ശ്രീ രാധാകൃഷ്ണൻ. താങ്കളുടെ പ്രതികരണത്തിന് ആലപ്പുഴയിൽ നിന്ന് അഭിലാഷ് എന്ന ഒരു പ്രേക്ഷകനാണ് ഇപ്പോൾ ചേർന്നത്. ശ്രീ അഭിലാഷ്, വീണ്ടും SFIയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദമുണ്ടാകുന്നു. താങ്കളുടെ ജില്ലയിലാണ്, കായംകുളത്താണ്, MSM കോളേജിലാണ്. താങ്കൾ വാർത്ത അറിഞ്ഞു കാണുമല്ലോ. എങ്ങനെയാണ് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ? ആദ്യമേ തന്നെ സഹോദരിക്ക് എനിക്ക് പറയാനുള്ളത്, ഇത് ഈ ചർച്ചയ്ക്കെടുത്തതിൽ ന്യൂസ് 8-നെതിരായിട്ടും അല്ല സഹോദരിക്കെതിരായിട്ടും കേസ് വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു അനുഭവം ഉണ്ടല്ലോ ഏഷ്യാനെറ്റിലെ കേസ് വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം കൊണ്ടുവന്ന ഒരു വാർത്തയൊന്നും അല്ല ശ്രീ അഭിലാഷ്. ഇത് അവിടെ SFIയിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. SFIയിൽ തന്നെയാണ്, അതന്നെ ഞാൻ പറയാൻ പോയത് കിടന്നത്. ഇത് പരാതിക്കാരി പരാതി കൊടുത്തത് SFIക്കാരി തന്നെയാണ് കിടന്നത്. ആശാന അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴക്കും ശിഷ്യന്മാർക്കൊന്നും കേട്ടിട്ടില്ല. അതുപോലെ ഈ ആർഷോ എന്ന് പറയുന്ന വ്യക്തിയെ നല്ല ഇതറിയാം, നല്ല കളങ്കപ്പെട്ട നല്ല തങ്കപ്പെട്ടൊരു മനുഷ്യൻ, നല്ല പൊന്നുപോലത്തെ മനുഷ്യല്ലേ. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇന്നിപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മറ്റേ വിദ്യയെ കിട്ടിയ മറ്റേ കുരങ്ങനെ കിട്ടിയായിരുന്നു. വിദ്യയെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പോലീസുകാരും പിന്നെ കുട്ടി സഖാക്കള് തെറ്റ് ചെയ്യുന്നാൽ മൂത്ത സഖാക്കള് സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ട്. അത് ഉള്ളിടത്തോളം കാലം ഇത് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പലരും പറഞ്ഞ കേട്ട് VD സതീശനെയും പിന്നെ K സുധാകരനെ അല്ലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞ കേട്ടെങ്ങനെ അവർ കൊണ്ടുപോവാ, തെളിവ് സഹിതം കൊണ്ടുപോവാ. ആരും തെറ്റ് ചെയ്തെന്നാൽ കൂട്ടുനിൽക്കത്തില്ല. അത് കോൺഗ്രസിലായാലും എന്തിലായിരുന്നു. അപ്പൊ ശരി, ഓക്കെ. നന്ദി ശ്രീ അഭിലാഷ്. താങ്കളുടെ പ്രതികരണത്തിന് തിരുവനന്തപുരത്ത് ദീപു എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ദീപു, ഇവിടെ ഇപ്പോൾ അടുത്തിടെ ആവർത്തിച്ചു വരുന്ന മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് വിവാദമാണല്ലോ നമുക്ക് മുന്നിലുള്ളത്, അതും SFIയിൽ തന്നെ. വിദ്യ എവിടെ എന്നുള്ള ചോദ്യമൊക്കെ ബാക്കിയാണ്. 12ാം ദിവസമായിട്ടും പോലീസിന് ഇതുവരെ വിദ്യയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മറ്റൊരു കാര്യം. കാരണം മാധ്യമങ്ങൾക്കടക്കം ടെലിഫോണിലടക്കം ദിവ്യ ബൈറ്റ് കൊടുക്കുന്ന സാഹചര്യവും നമ്മൾ കേട്ടതാണ്. എന്നിട്ടും പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ കേസും എവിടെ എത്തി നിൽക്കുമെന്നത് വീണ്ടും ഒരു ചോദ്യമായി മാറുകയും ചെയ്യും. ദീപുവിന് പറയാനുള്ളത് പറയാം. അല്ല, വിദ്യയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു തുടങ്ങാം. അതായത് വിദ്യ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ മാധ്യമം വിദ്യ എവിടുന്നാണ് ഏത് നമ്പറിൽ നിന്നാണ് വിളിച്ചിട്ടുള്ളതെന്ന് പോലീസിന് കൊടുക്കണം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിഷയത്തെ നമ്മൾ സത്യത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ ഒന്ന് പഠിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇയാൾ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം. അയാളെ എന്താ വേണ്ടത് വെച്ചാൽ പോലീസ് നിയമപരമായും സംഘടന അതിന്റെ കാര്യമായിട്ട് ചെയ്യണം. ഇവിടെ നമ്മുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് ഗൈഡ് ലൈൻസ് ഓഫ് പെർസ്യൂയിങ് 2 അക്കാഡമിക് പ്രോഗ്രാം സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞിട്ട് UGCയുടെ ഏപ്രിൽ 2022 പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു മാർഗരേഖയുണ്ട്. ആ മാർഗരേഖയിൽ 3ാമത്തെ പേജിൽ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കൊടുത്ത 2ാമത്തെ ഐറ്റം ആയിട്ട് വന്നിട്ടുള്ളത്, എ സ്റ്റുഡന്റ് ക്യാൻ പെർസ്യൂ 2 അക്കാഡമിക് പ്രോഗ്രാംസ്, 1 in full time physical mode and another in open and distance learning എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2 എണ്ണം എടുക്കാം. എനിക്കറിയത്തില്ല ആ കാര്യങ്ങളെ കുറിച്ച്, എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് 2022 UGC കൊണ്ടുവരുന്നതെങ്കിൽ ഇവിടെ 2017 ഇവിടെ നിഖിൽ അഡ്മിഷൻ എടുക്കുന്നതും 2019 ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആയിട്ട് പോകുന്നതും മാർഗരേഖയ്ക്കൊക്കെ മുമ്പേ ഉള്ള കാര്യമാണല്ലോ. അതെ നിങ്ങളത് പറയട്ടെ. എന്നിട്ട് കേരള സർവകലാശാലയിൽ അത് വെരിഫൈ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരെണ്ണമേ എടുക്കൂ. ആ ഒരെണ്ണം എടുത്ത് അതിന്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് PGക്ക് പഠിക്കാം. ഇങ്ങനെ നിലനിൽക്കി ഇതൊക്കെ വെച്ചിട്ടാണോ അദ്ദേഹം കയറിയിട്ടുള്ളത്? ഈ നിയമങ്ങൾക്കെല്ലാം അതെങ്ങനെയാണ് ശ്രീ ദീപു? 2022 ഇറങ്ങിയ ഒരു മാർഗരേഖ പ്രകാരം അതിന് മുമ്പ് പഠിച്ച ഒരാൾക്ക് അത്തരത്തിൽ ആ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്? PG എപ്പോഴാണ് പഠിക്കുന്നത്? PG ഇപ്പൊ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഇപ്പൊ എത്ര വർഷം? 2021 ഈ വർഷം പൂർത്തിയാകേണ്ടതല്ലേ? 2023 പൂർത്തിയാകേണ്ടതല്ലേ? അത് ഈ 2ാമത്തെ വർഷം നടക്കുന്നതേ ഉള്ളൂ. 24 പൂർത്തിയാവേണ്ടത്. ഇപ്പൊ 2ാമത്തെ വർഷം തുടങ്ങിയതല്ലേ ഉള്ളൂ. എന്തായാലും ഇതിനകത്ത് കേരള സർവകലാശാല അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് അതിന് ഇക്വലൻസി കൊടുത്തിട്ട് അദ്ദേഹത്തിന് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനത് വെരിഫൈഡ് അല്ലേ?
എനിക്കറിയില്ല ശ്രീ ദീപു, അങ്ങനെ ഒരു മാർഗരേഖ UGC പുറത്തിറക്കിയിട്ടുണ്ടോ എന്നൊരു കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോലീസ് അടക്കം അത് പരിശോധിക്കട്ടെ. ഇത് ഞങ്ങൾ കൊണ്ടുവന്ന പരാതി അല്ല ശ്രീ ദീപു, അത് പാർട്ടിക്കാർ തന്നെയാണ് പുറത്തുവിടുന്നതും ഇത്തരത്തിലൊരു പരാതി കൊണ്ടുവരുന്നതും. എന്തായാലും പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ച ചോദ്യം ഇതായിരുന്നു: സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ അമിത രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യം. പ്രത്യേകിച്ചും ഈ സമീപകാലത്ത് ഉയർന്നു വന്ന വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദമൊക്കെ മുന്നിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.